ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് കരുതാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നോമ്പൊക്കെ ആയി തുടങ്ങിയില്ലേ. ഇന്നോ നാളൊക്കെ ആയിട്ട് നോമ്പാവും. അപ്പോൾ അതിന് മുന്നേ തീർക്കേണ്ട കുറച്ച് അവസാന വട്ട നമ്മൾ നനച്ചുളിപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കേശ പോയി ഒക്കെ സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത്. പിന്നെ എന്നെന്തോന്നും അറിയില്ല, രാവിലെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പൊറോട്ടയാണ് വാങ്ങിച്ചത്, ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇതാ അവിടെ ഒരാൾ ഇങ്ങനെ പുറത്ത് കസർത്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ റിസ്ക് എടുത്ത് കയറുന്നില്ല, മര്യാദയ്ക്ക് കയറിക്കൂടെ? മര്യാദയ്ക്ക് കയറിക്കൂടെ? ആ മര്യാദയ്ക്ക് കയറ്, മര്യാദയ്ക്ക് കയറ്. ആ കയറിക്കോ, മര്യാദയ്ക്ക് കയറിക്കോ. എന്തിനാ അങ്ങനൊക്കെ കഷ്ടപ്പെട്ട് കയറണത്? ആ അങ്ങനെ കയറിയാ പോരെ. ആ ബെല്ലടിക്കാൻ അറിയൂ. ആ വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. അപ്പോൾ അവസാനം ആവട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് കരുതി മാറ്റി വെച്ച കാര്യങ്ങളാട്ടോ ഇന്ന് ചെയ്യുന്നത്. ആദ്യം തന്നെ ചായ കുടിച്ച പാത്രമൊക്കെ ഒന്ന് അവിടുന്ന് മാറ്റിയിട്ട് ആ ഒരു ടേബിളൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടാം കേട്ടോ. പിന്നെ പാത്രമൊന്നും ഞാനിപ്പോൾ കഴുകുന്നൊന്നുമില്ല. ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ക്ലീനിങ് ടിപ്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി എന്നറിയാം, എന്തായാലും യൂസ്ഫുൾ ആവുന്ന ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും റൈറ്റായി ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിന്ന് സോഫ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സോഫ. അപ്പോൾ അതന്നെ അത്രയും നല്ല അഴുക്ക് അതിലുണ്ടായിരിക്കുന്ന ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്കൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി താങ്ങി പിടിച്ചത് പുറത്തൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ സോഫ വീട്ടിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല കേട്ടോ. സോഫ നനഞ്ഞ് ഉണങ്ങാതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് കണ്ടോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ആദ്യം തന്നെ നല്ല സ്മെല്ലുള്ള ഒരു ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണ്. ഞാനിപ്പോൾ എടുത്ത യാർഡ്ലിൻ്റെ ലാവൻഡർ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ചതും വേണ്ട, പക്ഷെ നമ്മളെ കൈ മുക്കാൻ പറ്റുന്ന രീതിയിൽ ചൂടുള്ള അങ്ങനത്തെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യാനെടുക്കുന്ന ഒരു ടൂളുണ്ട്, ഇതാ ഈ കാണുന്ന മൂടിയാണ് കേട്ടോ. ഇതുപോലെയുള്ള പാത്രത്തിന് മൂടി ഉണ്ടാവില്ല, ഗ്ലാസിൻ്റെതോ സ്റ്റീലിൻ്റെതോ ഒക്കെ ഉണ്ടാവും. ഇനി അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുക്കർ ഒരു വീട്ടിലില്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ പ്രഷർ കുക്കറിനെ മൂടിയെടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്ത്, ഞാനിപ്പോൾ ഇത് ഒരു കിച്ചൺ ടവലാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് പിടിച്ചെടുക്കുക. ഒന്ന് മേലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഫിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന എന്തിനാ ഡയറക്റ്റ് തുണി വെച്ച് ചെയ്താൽ പോരെന്നൊക്കെ സംശയം ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈയിൻ്റെ പ്രഷർ നമുക്കറിയാമല്ലോ, എപ്പോഴും ഒരേപോലെ നമുക്ക് യൂണിഫോം ആയിട്ട് പ്രഷർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തുണി വെച്ച് തുടയ്ക്കുന്ന സമയത്തെന്ന് വെച്ചാൽ വെള്ളം കൂടുതലായിട്ട് ആ ഒരു സോഫേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുക ചെയ്യാം, ചളി വരുന്നതിനേക്കാളും. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് വെള്ളം സോഫേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകില്ല, പക്ഷേ സർഫസിലുണ്ടാവുന്ന ആ അഴുക്കും കാര്യങ്ങളൊക്കെ തിരിച്ച് ഈ തുണിയിലേക്ക് വരികയും ചെയ്യും കേട്ടോ. നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇത് പുറത്ത് വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം വെള്ളമൊന്നും എവിടെയും ആവില്ല. നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ വെച്ചിട്ട് ചെയ്യുകയും ചെയ്യാം, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വെയിലും കൂടി കൊണ്ടിട്ട് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇട്ടതാണ്. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് വാഷാണ്. അതിന് പകരം നിങ്ങൾക്ക് ഡിഷ് വാഷോ ഇനി അതല്ല നമ്മൾ സാധാരണ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ടാവില്ല, അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് കറിയോ എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഉരച്ചപ്പോൾ അതൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ചളി നല്ലോണം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ എത്രത്തോളം ചളിയാണ് ഈ ഒരു ഇതിൽ പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിൽ യൂസ് ചെയ്യുന്ന ചെയറും ഈ ഒരു സെയിം കുഷ്യനുള്ള ടൈപ്പാണ്. അപ്പോൾ അതും ഞാനിത് വെച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഈ ചെയർ ഞാൻ ഇടയ്ക്ക് കഴുകലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അത് ഞാൻ കഴുകലൊന്നും എപ്പോഴും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ അത്യാവശ്യ ഘട്ടങ്ങളിലാണ്, ചില സമയത്ത് റേക്ക ചായ ചിന്ത് അല്ലെങ്കിൽ ഓള് ചിലപ്പം മൂത്രമൊക്കെ ഒഴിക്കും അറിയാണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് കഴുകലുണ്ട് കേട്ടോ. ടാറ്റുണ്ടോ?
അങ്ങനെ ഇതാ എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കാലിൻ്റെ ഈ ഒരു പോർഷനൊക്കെ ഞാൻ വെറുതെ ഒരു തുണി വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലുള്ള ഈ ഒരു ചെയർ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അതും ഈ പറയുന്ന പോലെ എപ്പോഴും കഴുകുന്നത് നല്ലതല്ല, ഞാൻ കഴുകലും ഇല്ല കേട്ടോ. അതെങ്ങനെ ഡെയിലി നമ്മൾ തുടച്ചു കഴിഞ്ഞാലും അതിലൊരു ബ്ലാക്ക് കളർ പാട് വീഴുന്നുണ്ട്. ഞാനത് അടുത്തുനിന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒന്ന് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഇങ്ങനെ കഴുകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുക്കുന്ന സിഫിൻ്റെ ഈ ഒരു ക്രീമാണ് കേട്ടോ. അതൊരു ഹാർഡ് ക്ലീനറാണ്. സ്റ്റീൽ സർഫസൊക്കെ ക്ലീൻ ചെയ്യാനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുണ്ട് 1-2 പ്രാവശ്യം. ആ സമയത്ത് എനിക്ക് ആ ഒരു ബ്ലാക്ക് നല്ല കംപ്ലീറ്റ് പോയി നല്ല വൈറ്റ് പ്യോർ വൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹാർഡ് കെമിക്കൽ ആയതുകൊണ്ട് തന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല കേട്ടോ. പിന്നെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന വേറൊരു ഉപകാരം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ തന്നെ ഈ ഒരു സിഫ് അല്ലാതെ ജിഫ് ഉണ്ട്, പിന്നെ ലുലുവിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ക്രീമുണ്ട്. അങ്ങനെ ഒരുപാട് ഹാർഡ് ക്ലീനേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ആവും കേട്ടോ ഈ ഒരു ക്രീം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു അതിൻ്റെ മേലെ ഈ ഒരു ക്രീം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത് വരുമ്പോൾ അതുപോലെ ഇങ്ങനെ കറുത്ത പലതരത്തിലുള്ള പാടുകൾ ഈ ഒരു ചെയറിലുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാനിതാ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, അതായത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒന്ന് വെയിലത്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും പുറത്തിട്ടപ്പോൾ തന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതൊരു ശൂന്യതാണ് കേട്ടോ ആകെ. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഡൈനിങ് ടേബിളിന് ഒരു സ്ക്രബ് കൊടുക്കാൻ പോകാം കേട്ടോ. അതും ഞാൻ വല്ലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. കൂടുതലായിട്ട് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കുറച്ചധികം ഗസ്റ്റൊക്കെ വന്നു പോയാൽ ഞാൻ ഒരു സ്ക്രബ് കൊടുക്കും കേട്ടോ. ആ ഒരു എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഡൈനിങ് ടേബിളിൻ്റെ കാൽമേലുള്ള ഒരു മുത്തിളകുന്ന സൗണ്ട് കേട്ടോ കേൾക്കുന്നത്. സാധാരണ ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ 3-4 പ്രാവശ്യമായിട്ട് എന്തെങ്കിലും തുടച്ച് വൃത്തിയാക്കി എടുക്കുക ചെയ്യൽ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തോന്നി ഏതായാലും ചെയറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒന്ന് കഴുകി വടിച്ചെടുക്കാമെന്ന്. പിന്നെ ആ കാലിൻ്റെ ഭാഗം ഞാനിതുപോലെ ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈപ്പ് ചെയ്തെടുക്കുകയാണ് ഒരു ക്ലോത്ത് വെച്ചിട്ട്. ഈ ഒരു ഏരിയയിലുള്ള സോഫയും ഞാൻ നേരത്തെ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയ സൊല്യൂഷൻ കേട്ടോ. ആദ്യത്തേൽ നല്ല ചെളിയായിട്ട് അത് കഴുകി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ശേഷം രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ക്ലോത്ത് ആ സെയിം ക്ലോത്ത് തന്നെയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒലിമ്പി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് വീണ്ടും യൂസ് ആക്കിയതാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം അഴുക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. അടുത്തതായിട്ട് ഈ ഒരു വലിയ ഗ്ലാസ് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യലെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവലുണ്ട്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാട്ടോ. ഇതാണ് ഒരു സ്പ്രേ മോപ്പാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യൽ. ഇത് പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വാങ്ങിയൊരു സാധനം കേട്ടോ ഈ സ്പ്രേ മോപ്പ്. ഇപ്പം ഞാനത് ഇതുപോലുള്ള ക്ലീനിങ്ങിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യൽ. ഫ്ലോർ ക്ലീൻ ചെയ്യൽ വളരെ കുറവാണ്. ഈ സ്പ്രേ മോപ്പ് എടുക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് നമ്മൾ സാധാരണ നോർമൽ മോപ്പ് എടുത്തിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യൽ. ഇതുപോലുള്ള നമുക്ക് ഹൈറ്റിൽ എത്താൻ പറ്റാത്ത ഏരിയാസിനൊക്കെ നല്ല യൂസ്ഫുൾ ആട്ടോ. ഇതേപോലെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, വെള്ളമോ ലിക്വിഡോ എന്തെങ്കിലുമൊക്കെ, എന്നിട്ട് നല്ല ഈസി ആയിട്ട് തുടച്ചെടുക്കും ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത് വാങ്ങിച്ചാൽ ഇതുപോലെ കുറച്ച് ഹൈറ്റിൽ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. പിന്നെ പുറത്തുനിന്ന് നമുക്ക് വലിയ ലാഡർ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നും ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാം, അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫോഴ്സ് കൊടുത്തിട്ടൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. കാരണം ഗ്ലാസിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എത്രയൊക്കെ ടഫൻ ഗ്ലാസ് ആണെന്ന് പറഞ്ഞാലും പൊട്ടി വീണ ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ ഇങ്ങനെ റസ്റ്റ് പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ നമ്മൾ സാധാരണ വെള്ളം വെച്ച് തുടച്ചാൽ പോവാത്ത പാടുകളാണ്. അത് ഈ ഒരു സിഫ് ജെല്ലി യൂസ് ചെയ്താൽ പോവും കേട്ടോ. ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ടാപ്പ്, നമ്മൾ സ്റ്റീലിൻ്റെ ബേണേഴ്സ്, അതുപോലെ തന്നെ സിങ്കിലുണ്ടാവുന്ന റസ്റ്റ് കാര്യങ്ങളൊക്കെ പോകട്ടോ. അപ്പോൾ അത് കണ്ടില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കുത്തുകളും പാടുകളും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാ പണികളും കഴിഞ്ഞൊക്കെ തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്ന ജഗ് ഗ്ലാസ് സെറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് എടുക്കാതെ അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അത് ആ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളർ പോലത്തെ ആ ഒരു സംഭവം. അപ്പോൾ ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡിങ്ങിൽ, ഈ ഒരു കളേഴ്സ്, ആഷ് കളറിൽ, ഇതുപോലെ ഗോൾഡൻ കളേഴ്സിൽ, ഇങ്ങനത്തെ കളേഴ്സിലാണല്ലോ ട്രെൻഡിങ്. അപ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രെൻഡും ആ ഒരു ഫാഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു മടിയല്ലേ. അപ്പോൾ അത് ഞാൻ അതെടുത്തിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും നോമ്പൊക്കെ തുടങ്ങല്ലേ, അപ്പോൾ ഇതുപോലെ ജ്യൂസ് ഗ്ലാസ് എന്തായാലും നമുക്ക് ആവശ്യമുണ്ടാവും, ജഗ്ഗൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാമെന്ന് കരുതിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു ടേബിളിൻ്റെ സെൻറ്ററിലുള്ളത് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു പ്ലേസ് മാറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഒരു റൗണ്ട് മാറ്റാണല്ലോ ഉണ്ടായിരുന്നത്, അപ്പോൾ അതിന് പകരം പുതിയൊരു മാറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജഗ്ഗിൽ വെള്ളം നിറച്ച് വെച്ചു, കൂടെ ഒരു ഗ്ലാസും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ലാമ്പ് പോലത്തെ സംഭവം വെക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ അത് ഫുള്ള് പൊടിയായിരുന്നു. അപ്പോൾ അത് കഴുകിയെടുത്തപ്പം പകുതി അതിൻ്റെ ഉള്ളിലത്തെ ആ റെഡ് കളറൊക്കെ പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ മൊത്തം ക്ലീനാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആദ്യം വെറുതെ വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനുള്ള ഒരു പോട്ട് പോരീൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കൊണ്ടുപോയിട്ട് അത് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് ഫില്ലാക്കി വെച്ചിട്ടോ. പക്ഷെ അത് ലാസ്റ്റ് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു തൃപ്തി തോന്നിയില്ല കേട്ടോ. ആ റെഡ് കളറാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടായിരുന്നു, പക്ഷേ കളർ പോയപ്പോൾ ഒരു തൃപ്തി തോന്നിയില്ല. പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ടോ. പിന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ ഞാനിതാ ആദ്യം ഉണ്ടായിരുന്നൊക്കെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.